അല്ല അത് സൈറു ഇത് വേറെ. അപ്പൊ ഇത് ആര്? ഇത് റാഷ. റാഷദ. மேடம் மேடம் எங்க எங்க எப்படி கேரேஜ் உண்டோ? ஓகே ப்ரோ, தேங்க் யூ ப்ரோ. ഇനി ഞാൻ സത്യം എച്ച് നിക്കിയ ചാവും ജി നിക്കിയ എച്ച് നിക്കാൻ നീ ചാവും ജി നിക്കാൻ രക്ഷപ്പെടും. ഹലോ അത് தெரியும். എക്സ്ക്യൂസ് മീ പറ്റത്തില്ല. കുട്ടിക്ക് റാഷക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആരായാലും ഇത് ഹോസ്പിറ്റലിന്റെ മുന്നേ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. എന്തോ കുട്ടി കേട്ടില്ല. ഗണ്ണെടുത്ത് മാറ്റിയില്ലെങ്കിൽ കേട്ടില്ല. ഇത് ഹോസ്പിറ്റൽ ഏരിയ. മാഡത്തിന് വന്ന് ഞാൻ എയിം ചെയ്തോ? ഇല്ലല്ലോ. പൊന്നു സുഹൃത്തെ, ഇത് ഹോസ്പിറ്റൽ ഏരിയ ആണ്, തീരെ ബോധമില്ലേ? അത് എന്റെ കാര്യം ഞാൻ നോക്കാം. നീ എന്നെ പഠിപ്പിക്കാൻ നിൽക്കല്ലേ, മനസ്സിലായോ? നീ എന്നെ പഠിപ്പിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. നീ ചെയ്ത് തെറ്റി പറയില്ല ചെയ്തിട്ട്. അത് ഞാൻ നോക്കിക്കോളാം. നീ എന്നെ പഠിപ്പിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? കണ്ടോണ്ടിരിക്കുന്നവരൊക്കെ അവിടെ വരെ ജയിച്ചോണല്ലോ, അത് കഴിഞ്ഞിട്ട് എടുത്തോണ്ട് വന്നു, മനസ്സിലായോ? നീ എന്റെ താളടിക്കാൻ നിൽക്കല്ലേ, മനസ്സിലായോ? എനിക്കറിയാം എന്റെ കാര്യം നോക്കാം. നീ എന്നെ പഠിപ്പിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായോ നിനക്ക്? ഇവനെന്തിനാ? നീ മര്യാദക്ക് സംസാരിച്ചാ മതി, മനസ്സിലായോ? പിന്നെ എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട നീ ഒന്നും, മനസ്സിലായോ? നീ വലിയ പഠിച്ച് പഠിച്ച് പാസ്സായിട്ടിരിക്കുക. നീ വലിയ പഠിച്ച് പാസ്സായിട്ടാണ് ഇരിക്കണേ. നീ വലിയ പഠിച്ച് പാസ്സായിട്ടാണ് ഇരിക്കണേ. നിന്റെ പേരെന്താ? എന്റെ പേര് ദേവക്കുട്ടി. ദേവക്കുട്ടിയാണ്. എന്താണേലും എന്റെ അടുത്ത് ചുമ്മാ എന്നെ അഡ്വൈസ് തന്ന എന്റെ അടുത്ത് അഡ്വൈസ് തരാൻ പറയണ്ട, മനസ്സിലായോ? നീ ചെയ്ത് നല്ല കാര്യമാണോ നിനക്ക് തോന്നുന്നത്? അതെ, അത് എന്റെ കാര്യം. അവൾക്കില്ലാത്ത പ്രശ്നം എന്താ നിനക്ക്? എടാ, അത് നിന്റെ കാര്യം, അവളുടെ കാര്യം നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളിപ്പോ ആരായാലും വേണ്ടില്ല, പക്ഷെ EMS മുന്നിൽ അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല. നിനക്ക് അറിയത്തില്ല ഇത്രയും കാലമായിട്ട്. അത് എന്റെ കാര്യം ഞാൻ നോക്കാണെന്നേ. നീ വന്ന് പറയണ്ടേ? EMS പറഞ്ഞോല്ലോ. നീ EMS ആണോ? നീ EMS ആണോ? ഈ സംസാരിക്കുന്ന കുട്ടി EMS ആണോ? കണ്ടിട്ടുണ്ടോ തോന്നുന്നേ? എനിക്ക് കണ്ടിട്ട് EMS ആണെന്ന് തോന്നല്ല. എങ്ങനെ? എനിക്ക് കണ്ടിട്ട് EMS ആണെന്ന് തോന്നല്ല. അപ്പം EMSന്റെ കാര്യം EMS നോക്കിക്കോളാം, മനസ്സിലായോ? കുട്ടി നോക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? കുട്ടി നോക്കേണ്ട ആവശ്യമില്ല. നീ ഏതാ? പെണ്ണിനെ ആയിക്കൊണ്ടിരിക്ക. നീ ഏതാ? നിന്റെ പ്രശ്നം മര്യാദക്ക് സംസാരിക്കണം, മനസ്സിലായോ? നിന്റെ എല്ലാരും ഒന്ന് ഹോസ്പിറ്റലിൽ വന്നടാ. എടാ മോനെ, മര്യാദക്ക് സംസാരിക്കില്ലേ? മണ്ണ് നിന്നെ നീ കിടന്നു, മനസ്സിലായോ നിനക്ക്? നിന്നോട് സംസാരിക്കാൻ മര്യാദ അറിയില്ല. നീ എന്ത് ഉണ്ടാക്കാനാ? പോയാ EMS പോയിക്കോളൂല്ലേ? എന്റെ അടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ? മാർക്കോ, എന്താ മച്ചാനെ പ്രശ്നം? അല്ല, നീ നേരത്തെ എന്റെ അടുത്തുണ്ടോ പറഞ്ഞായിരുന്നു? എടാ, നീ നേരത്തെ പറഞ്ഞായിരുന്നോ? സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ ഒരു മിനിറ്റ്, നിനക്കെന്താ പറയാനുള്ള? പറ, കേൾക്കട്ടെ. എടാ സഗർ വെയിറ്റ് ചെയ്യടാ, സഗർ വെയിറ്റ് ചെയ്യ്, സഗർ വെയിറ്റ് ചെയ്യ്. എടാ നീ പറ, നിനക്കെന്താ പറയാനുള്ള? പറ. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. മാർക്കോ അല്ല, മാർക്ക്. എന്നാ നീ പറ, നിനക്ക് പറയാനുള്ള പറ. ബ്രോയുടെ പ്രശ്നം എന്താ ബ്രോ? എന്തിനാ ഇപ്പൊ മാർത്ത് കേക്കാവോ? എടാ മാർത്ത് കേക്കാവോ? വേണ്ട ഈ വണ്ടിയാണോ? കാര്യമില്ല.
എടാ ലിയോ എടാ ഞാൻ സംഭവം എന്താണെന്നറിയോ എടാ ഞാൻ റാഷ് അവിടെ ചത്തെടുക്കണം അപ്പൊ റാഷ് ഞാൻ ഒന്നിച്ചവിടെ വന്നേ അവള് ചത്തെടുക്കാളെ പൊങ്ങി അപ്പോഴത്തേക്ക് ഞങ്ങൾ പണ്ട രീതിക്ക് ഞാൻ അവള് TH അടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു അങ്ങോട്ട് മാറ്റി നിർത്തി അത് ഞാൻ അവൾക്ക് പ്രശ്നമില്ല അവൾക്ക് ഒരു കുഴപ്പമില്ല അവള് വന്നില്ല അവള് എന്റെ കൂടെ അങ്ങനെ ഞാൻ കൊണ്ടുവന്നാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഈ അവിടെ ഒരു മാഡം വന്നിട്ട് ചോദിച്ചു അറിയത്തിലൂടെ എങ്ങനെ എടുക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു അറിയാവുന്ന ആളാ അതുകൊണ്ട് എടുത്ത് ആൾക്ക് കുഴപ്പമില്ല മാഡം ആളുടെ ചോദിച്ചോ ഞാൻ ചോദിച്ചു റാഷൻ എനിക്ക് കുഴപ്പമില്ല ഒന്നുമില്ല അതെല്ലാം കഴിഞ്ഞ കുട്ടി എന്ന് പറഞ്ഞ പെണ്ണു എന്റെ അടുത്ത് താളം അടിച്ചു തുടങ്ങി സൈസോണ നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ അങ്ങനെ ചെയ്യാൻ പറ്റില്ല അങ്ങനെ എങ്ങനെ മാങ്ങ തേങ്ങ എന്ന് പറഞ്ഞ എന്റെ അടുത്തൊന്ന് അവിടെ ഇതല്ല നമ്മുടെ വണ്ടി ഇതല്ല തൽക്കാലം ഇവന്മാരെ എന്നിട്ട് ഞാൻ